പഹൽഗാമിലെ കണ്ണീരിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ആ പേരിനുമുണ്ട് ഒരു പ്രത്യേകത. ഈ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് 2 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ സൈനികാക്രമണം നടത്തിയിരിക്കുന്നത്. ഭീകരർ 26 സാധാരണക്കാരെ വെടിവെച്ചു കൊല്ലുകയും ഇരകളുടെ ഭാര്യമാർ ദുരന്തത്തിന്റെ മുഖമായി മാറുകയും ചെയ്തതോടെ ഭീകരർക്ക് നേരെയുള്ള പ്രതികാര നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും ഉചിതമായ പേരായി മാറുകയായിരുന്നു. തിരിച്ചടി വിവരം പങ്കുവച്ച ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത്. പഹൽഗാമിലെ താഴ്വാരത്തിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ തോർന്നിട്ടില്ല. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് സിന്ദൂരരേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ത്യൻ സ്ത്രീകൾ കണക്കാക്കുന്നത്. പരമ്പരാഗതമായതും സാംസ്കാരികമായതുമായ ഈ ചുവന്ന തിലകത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. പോരാളികളായി ഇറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. രജപുത് മറാഠ യോദ്ധാക്കന്മാർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയാണ് ഇറങ്ങാറുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കശ്മീരിലാണെന്നതും മറ്റൊരു കാര്യമാണ്. പാകിസ്ഥാൻ ആക്രമണത്തിൽ വിധവകളാക്കപ്പെട്ടവരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മാച്ചതിനുള്ള ഏറ്റവും നല്ല മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കശ്മീരിലാണെന്നതും മറ്റൊരു കാര്യമാണ്. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മിസൈൽ ആക്രമണം വഴി തകർത്തത്. അതിൽ ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രമായ ബഹാവൽപൂരും ലഷ്കർ-ഇ തൊയ്ബയുടെ മുറിദ്ഗെ താവളവും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.